പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എന്നെന്നും സ്തുതിയുണ്ടാവട്ടെ. എൻ്റെ പേര് റിനു, ഇതെൻ്റെ ഹസ്ബൻഡ് റോജിൻ. ഞങ്ങൾ ചെല്ലാനത്ത് നിന്ന് വരുന്നു. സേവ്യർദേശ് ഇടവകാംഗങ്ങളാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2012 അന്ന് എൻ്റെ BSc കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ആദ്യമായിട്ട് ഇവിടുത്തെ കൃപാഭിഷേക ധ്യാനം കൂടാനാണ് കൃപാസനത്തിലോട്ട് ഞാൻ ആദ്യമായി വരുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഇവിടെ വന്ന് 5 ദിവസത്തെ മരിയൻ കൃപാവര ധ്യാനം, തപസ് ധ്യാനമെന്ന് നമ്മൾ പറയുന്ന മരിയൻ കൃപാവര ധ്യാനം കൂടി. അന്ന് ഞാനിവിടെ ഒരു നിയോഗം എഴുതിയിട്ടിരുന്നു. അമ്മ, എനിക്ക് PG അഡ്മിഷൻ തന്നെ, എനിക്ക് PG പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അഡ്മിഷൻ തന്നെയെന്ന്. ഇവിടെ ഞാൻ ധ്യാനം കഴിഞ്ഞ് പോയി 1 മാസം കഴിഞ്ഞ് എനിക്ക് പിന്നത്തെ മാസം തന്നെ അഡ്മിഷൻ കിട്ടേണ്ടായി. അതാണ് കൃപാസനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ എൻ്റെ അനുഭവം. പിന്നീട് എല്ലാ ചൊവ്വാഴ്ചകളിലും മാസത്തിൻ്റെ 2ാമത്തെ ചൊവ്വാഴ്ചകളിൽ ഇവിടെ ധ്യാനം ഉണ്ടായിരുന്നു പണ്ടൊക്കെ. അപ്പോൾ എപ്പോഴും ഞാൻ തന്നെ മിക്കവാറും എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ വന്ന് കൂടുമായിരുന്നു. അതുപോലെ അങ്ങനെ കൂടി ഇടയ്ക്ക് കൃപാസനത്തിലൊക്കെ വരും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. 2016 ഞങ്ങളുടെ മാരേജ് കഴിയുന്നത്. 2016 ജനുവരിയിൽ. ആ സമയത്ത് ഞങ്ങളുടെ ജോലി കാര്യത്തിലൊരു കൺഫ്യൂഷൻ വന്നു. ആൾ കുറച്ച് നാൾ പുറത്തുണ്ടായിരുന്നു. പിന്നെ ആളിന് PSc പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ജോലി കാര്യത്തിൽ എനിക്കും ജോലി ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ജോലി കാര്യത്തിൽ ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ കൃപാസനത്തിലോട്ട് 16 മെയിൽ വരുന്നത്. 2016 മെയിൽ വരുന്നത്. സത്യത്തിൽ അച്ഛനെ കണ്ട് മെസ്സേജ് എടുക്കുക, അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അച്ഛനെ വന്ന് കണ്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ജോലി കാര്യത്തിൽ ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് അച്ഛനൊന്ന് നോക്കി തരുമോയെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ആദ്യമായിട്ട് 16 ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളപ്പോൾ. അപ്പോൾ പറഞ്ഞു, ഉടമ്പടി എടുത്തോ, അമ്മ നമുക്ക് പുതിയൊരു പദ്ധതി തന്നിട്ടുണ്ട്, ഉടമ്പടി പദ്ധതിയാണ്. ഉടമ്പടി എല്ലാം അമ്മ നമുക്ക് ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടമ്പടി എടുത്തു. 16 17 ആയപ്പോൾ ഞങ്ങൾക്കൊരു വലിയ എക്സാം വരുന്നുണ്ടായി. അച്ഛൻ്റെ അടുത്ത് വന്ന് ഒന്നുകൂടി മെസ്സേജ് എടുത്തു. അപ്പോൾ അച്ഛൻ മെസ്സേജ് എടുക്കുകയാണ് ചെയ്തിട്ട് പറഞ്ഞു, 2 പേർക്കും എറണാകുളത്ത് ജോലി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ആ പരീക്ഷയ്ക്ക് ആൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നു. ഒരു 6 മാസം കഴിഞ്ഞ് എഴുതിയ ഒരു എക്സാമിന് മെയിൻ ലിസ്റ്റിൽ വന്നു. അതിൽ നിന്ന് ആളിനെ കൃഷി വകുപ്പിലോട്ട് ജോലി കിട്ടി. ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ പ്രവർത്തിച്ച 2ാമത്തെ ഒരു അനുഭവമായിട്ട് എനിക്കത് തോന്നി. അങ്ങനെ 2018 ആയപ്പോൾ 17 ഞങ്ങൾ അച്ഛനെ കണ്ടു കഴിഞ്ഞ് പോയ പിറ്റേ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. 18 ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു. പിന്നീട് എനിക്ക് എൻ്റെ പ്രസവ സമയത്തുണ്ടായ അനുഭവങ്ങളാണ്. കാര്യം ഞാൻ ലേബർ റൂമിൽ പോകുമ്പോൾ ലേബർ റൂമിൽ കൊച്ചിൻ്റെ അനക്കം നോക്കാനൊക്കെ പോകുന്ന സമയത്ത് ഒരു എൻ്റെ പ്രായമൊക്കെ തന്നെയുള്ള ഒരു കൊച്ച്, അതിന് വികസനം ഉണ്ടായിട്ട് യൂട്രസ് വികസിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കണമായിരുന്നു. ആ സമയത്ത് അതിൻ്റെ മദറിലും അടുത്തിരിപ്പുണ്ട്. അവരെന്നോട് പറഞ്ഞു, മോളെ, ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾക്ക്, അതുകൊണ്ട് നടക്കുന്നില്ല, പ്രസവം നടക്കുന്നില്ല, ലേറ്റ് ആവുമെന്നാണ് ഡോക്ടർ പറയണേന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ, ഞാൻ ഉടമ്പടി എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടായി, പത്രം ഉണ്ടായി. ഞാനപ്പോൾ തന്നെ ചെന്ന് ഈ ഇതിൻ്റെ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി, ഇത് കലവൂരുള്ള ധ്യാന കേന്ദ്രമാണ്, മാതാവുണ്ട് അവിടെ, ഈ മാതാവ് ഈശോനോട് പറഞ്ഞ് എല്ലാം വാങ്ങിത്തരും, ഈ ഉടമ്പടി തൈലം ചേച്ചി പെരട്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്തൊന്നും അച്ഛൻ തൈലം കൈമാറ്റം ചെയ്യേണ്ട അങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു. ആ ഒരു ധൈര്യത്തിൽ ഞാൻ അവർക്ക് തൈലം കൊടുത്തു വിട്ടു, പത്രവും കൊടുത്തു വിട്ടു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ വന്ന് എന്നോട് പറഞ്ഞു, മോളെ, എൻ്റെ മോള് പ്രസവിച്ചിട്ടോ എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം ഞാൻ ഡെലിവറിക്ക് പോയപ്പോൾ അവിടെ വെച്ച് എനിക്കൊരു അനുഭവം ഉണ്ടായപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പം ഞാൻ വീണ്ടും ഇനി എൻ്റെ പ്രസവത്തിൻ്റെ കാര്യങ്ങളിലോട്ട് പോകണേണ്. പക്ഷെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു എനിക്കൊരു നോർമൽ ഡെലിവറി വേണമെന്ന്. ഒത്തിരി അമ്മനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ ഈശോനെ പ്രസവിച്ച പോലെ തന്നെ എനിക്കൊരു കുഞ്ഞിനെ പ്രസവിച്ച് തന്നെ വേണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് പ്രസവം നടന്നില്ല, എനിക്ക് സിസേറിയൻ ആയിപ്പോയി. ഒത്തിരി സങ്കടപ്പെട്ടു ഞാൻ. ദൈവമേ, ഞാൻ എന്തോരം പ്രാർത്ഥിച്ചിട്ടും സിസേറിയൻ തന്നെ ആയിപ്പോയില്ല എന്ന് ഓർത്ത്. ഡോക്ടർ എന്നോട് വന്നിട്ട് പറഞ്ഞു, റിനു, ഓവറിലൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു, അതെന്തായാലും നമ്മൾ സിസേറിയൻ ആയതുകൊണ്ട് കണ്ട് റിമൂവ് ചെയ്യാൻ പറ്റി, അതുകൊണ്ട് നന്നായി, സിസേറിയൻ ആയത് ഒത്തിരി അനുഗ്രഹമായെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും സന്തോഷമായി. ദൈവമേ, നീ എന്നെ എന്തോരം പരിപാലിക്കണുണ്ടെന്ന് ഓർത്ത് എനിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ 18 കഴിഞ്ഞു. 18 പിന്നെ കുട്ടിയുമായി ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു. ഞാൻ ഉടമ്പടിയൊന്നും പിന്നെ പുതുക്കിയിട്ടില്ല. അപ്പോഴും ഞാൻ PSc പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആൾ കൃഷി വകുപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒത്തിരി പഠിക്കുന്നുണ്ട്. പഠിച്ചിട്ടും എനിക്ക് ഒരിടത്തും ഒരു ലിസ്റ്റിൽ പോലും ഞാൻ എത്തുന്നില്ല. ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നുണ്ട്, കോച്ചിങ്ങൊന്നുമില്ല, എന്നാലും ഒരു ലിസ്റ്റിലും എത്തണില്ല. ഒത്തിരി കഷ്ടപ്പെടുകൊണ്ട് ഒരു രക്ഷയില്ല. 2022 ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു പുഷിങ്, കൃപാസനത്തിലോട്ട് പോകുമെന്ന് പറഞ്ഞു. എനിക്ക് ഇരിക്കപ്പുറത്തില്ല, വീട്ടിലിരുന്നിട്ടാണേലും ഇരിക്കാൻ പറ്റണില്ല. എങ്ങനെയെങ്കിലും ഒന്ന് എനിക്ക് ഇവിടെ എത്തിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. 22 ഏപ്രിൽ 4 ഞാൻ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി.
22 ഏപ്രിൽ 30 24 ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ആദ്യമായിട്ട്, ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ഗവൺമെൻറ് ഒരു PSC ലിസ്റ്റിൽ, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഞാൻ വന്നു. അപ്പോൾ അതെനിക്ക് വീണ്ടും വല്ലാത്തൊരു സന്തോഷം നൽകി. ഞാൻ ഓർത്തി ഈശോ എനിക്ക് എന്തായാലും ഉടമ്പടിയിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഈശോ എനിക്ക് വലിയ അനുഗ്രഹങ്ങൾ തരാൻ ഉദ്ദേശിക്കണേന്നോർത്ത് ഞാൻ എൻ്റെ ഉടമ്പടി വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പോയി ഉടമ്പടിയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റി. അങ്ങനെ പോയി 2023 ഓഗസ്റ്റ് 14 ആയപ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു അനുഭവത്തിലോട്ട് ദൈവം എന്നെ നയിക്കണത്. 2023 ഏപ്രിൽ 14 ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഡെങ്കി ഫീവറായിട്ട് ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയുണ്ടായി, കൊച്ചിയിലൊരു ഹോസ്പിറ്റലിൽ. അവിടെ നിന്ന് നമ്മൾക്ക് അവിടുത്തെ ഹോസ്പിറ്റൽ നഴ്സിംഗ് ഹോംസിൽ നിന്ന് ആളിനൊരു MRSA എന്ന് പറഞ്ഞ് സെഫലോകോക്കസ് എന്നാണ് നമ്മൾ അതിൻ്റെ സയൻറ്റിഫിക് നെയിം. സെഫലോകോക്കസ് എന്നുള്ളൊരു ബാക്ടീരിയ ആളുടെ ശരീരത്തിൽ കയറുകയുണ്ടായി. അത് ഹോസ്പിറ്റലുകാരുടെ അനാസ്ഥയാണെന്നാണ് പറയുന്നത്, അറിയില്ല നമ്മൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അത് കയറിക്കഴിഞ്ഞ് ആളെ ഞങ്ങൾക്കറിയാതെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ തന്നെ 2 വട്ടം അഡ്മിറ്റാക്കി, ഡിസ്ചാർജാക്കി. വീട്ടിൽ വന്ന് ഡിസ്ചാർജായി. 2ാമത്തെ വട്ടം ഡിസ്ചാർജായി വന്നു കഴിഞ്ഞിട്ടും ഒരു 7 ദിവസം കഴിഞ്ഞപ്പോൾ ആളിന് വല്ലാതെ പനി കൂടിയെന്ന് പറഞ്ഞാൽ 104 പനിയിൽ മുകളിലാണ് ആൾ നിന്നേച്ചത്. 104 പനിയിൽ നിന്ന ആൾ ഓരോന്നൊക്കെ വിളിച്ചു പറയണതാണ് വീട്ടിൽ ഇരുന്ന്. ഈ വീട്ടിൽ ഒത്തിരി ആൾക്കാരുണ്ട്, അവിടെ ആൾ വെള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണം, അപ്പുറത്തെ ആൾ വേറെ ആൾ നിൽപ്പുണ്ട്. അങ്ങനെ ഒരു എന്താ പറയണേന്ന് ആളിനൊരു ബോധമില്ലാത്ത പോലെ ഓരോന്നോരോന്ന് പറഞ്ഞിട്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വീട്ടിൽ എനിക്ക് അമ്മ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട്. അപ്പോഴും ഞാൻ ഉടമ്പടി ചെയ്യുന്നുണ്ട്, ഉടമ്പടിയുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോനോട് പറയണുണ്ട്. സാക്ഷ്യം വരെ എഴുതി ഞാൻ ആളുടെ തലയുടെ തലകിഭാഗത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടും പനിയൊന്നും കുറയണില്ല, പനി ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കണേണ്. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട്, ആളിന് ക്ലെയിം ഉണ്ടായിരുന്ന വേറൊരു ഹോസ്പിറ്റലിൽ, ലൂർദ് ഹോസ്പിറ്റലിലോട്ട് ആളിനെ കൊണ്ടുപോയുണ്ടായി. അങ്ങോട്ട് മാറ്റാം, ഇനി പണ്ട് കാണിച്ച ഹോസ്പിറ്റലിൽ ഇനി കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, കുറച്ചുകൂടി നല്ല ഹോസ്പിറ്റലിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയുണ്ടായി. അവിടെ പോണ വഴിക്ക് തന്നെ ആൾ വല്ലാതെ വൊമിറ്റ് ചെയ്ത് വയറ്റിൽ നിന്നൊക്കെ പോയി കാറിലൊക്കെ വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓരോ കാര്യങ്ങളൊക്കെ പിച്ചും പേയൊക്കെ വിളിച്ച് പറയണം. ഫിഞ്ചുണ്ടോ കൂടെ, നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരൻ ഫിഞ്ചുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കണം. ഞങ്ങൾ വീട്ടുകാരൊക്കെ എല്ലാവരും ഒത്തിരി സങ്കടപ്പെട്ട്, എങ്ങോട്ടാണ് ഈ പോണത്, എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകണത്, ഒരു പിടുത്തമില്ല, എന്താ സംഭവം എന്നറിയില്ല. നേരെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ കൃപാസനത്തിലെ ഉടമ്പടി ധ്യാനം ഒരു ചൊവ്വാഴ്ചയായിരുന്നു, സെപ്റ്റംബർ 19, കഴിഞ്ഞ സെപ്റ്റംബർ 19 ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അന്നത്തെ ദിവസമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടാണ് ഞാൻ പോണത്. പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയണം ICU. എനിക്ക് മനസ്സിലാവണില്ല, കരഞ്ഞണ്ടാ പോണത്. ICU എന്നാണ് പറയണത്. അപ്പം ഞാൻ ഓർത്ത് ദൈവമേ ICUലോട്ടാണ് ഈ കൊണ്ടുപോകണത്, അറിയില്ല എന്താണെന്നറിയില്ല, എന്താണ് വന്നെടുത്ത് വെച്ച് കാണട്ടെ എന്ന് ഓർത്ത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പോയി. അവിടെ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ് നേരെ ആൾ ICUലോട്ട് കയറ്റണോട്ടെ. ഞാൻ ഓർത്ത് ദൈവമേ നേരത്തെ തന്നെ ഇതെല്ലാം എന്നെ മുൻകൂട്ടി അറിയിക്കണേണ് തമ്പുരാനെ എന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കണേണ്. ICUലോട്ട് നേരെ കയറ്റി ആളുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് പിറ്റേ ദിവസം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പേര് കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, ഇൻഫെക്റ്റീവ് എൻഡോകാർഡിസൈറ്റിസ് എന്നാണ് ഈ രോഗത്തിൻ്റെ മെഡിക്കൽ നെയിം എന്ന് പറഞ്ഞു. എന്നോട് ഡോക്ടർ ചോദിച്ചു ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. ഡെങ്കിപ്പനി എലിപ്പനി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, ഇത് കേട്ടിട്ടില്ലല്ലേ എന്ന് പറഞ്ഞു. ഇല്ല ഡോക്ടർ, കേട്ടിട്ടില്ല. അപ്പോൾ എന്നോട് ആൾ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇൻഫെക്റ്റീവ് എൻഡോകാർഡിറ്റിസ് എന്നാണ് ഈ രോഗത്തിൻ്റെ പേര്. കാര്യം ആളുടെ ഉള്ളിൽ കയറിയ MRSA അല്ലെങ്കിൽ സെഫലോകോക്കസ് എന്ന് പറഞ്ഞ ഈ ഭീകരമായ ബാക്ടീരിയ ആളുടെ ഹാർട്ടിൻ്റെ വാൽവിൽ കയറി പിടിച്ച് അവിടെ നിന്ന് ബാക്കി എല്ലാ ഓർഗൻസിലോട്ടും, കിഡ്നിയിലോട്ട്, സ്പ്ലീനിലോട്ട്, ലിവറിലോട്ട്, ഇങ്ങനെ എല്ലായിടത്തോട്ടും സ്പ്രെഡാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി എല്ലാ ഭാഗവും ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കണേണ്, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല, ICUന്ന് ഇറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ഒരു പിടുത്തമില്ല. ആകെ ഉടമ്പടി മാത്രമുണ്ട് ഒരാശ്രയം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ ഞാൻ കല്യാണം കഴിക്കണ സമയത്ത് എൻ്റെ കല്യാണം ഉറപ്പിക്കണ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, ഈശോ നീ എനിക്ക് വേണ്ടി കരുതി വെച്ചേക്കുന്നത് ഇത് തന്നെയാണോ, എനിക്കറിയില്ല, നീ എന്തായാലും എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളൊന്നുമല്ല, ഈശോയുടെ ഇഷ്ടം എൻ്റെ ലൈഫിൽ നിറവേറണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ പണ്ട് മുതലേ എനിക്കത് ചെറുപ്പം മുതലേ എനിക്ക് എല്ലാ കിട്ടണ അനുഗ്രഹവും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് അതിലുണ്ടാവണമെന്ന് എപ്പോഴും ഞാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ
വിവാഹ ജീവിതത്തിലോട്ട് കടന്നപ്പോഴും ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു, ഇത് തന്നെയാണോ എനിക്കുള്ളത്, ഈശോ നിൻ്റെ ഇഷ്ടം ഇതാണോ എന്ന് പറഞ്ഞ് ഞാനൊരു ദിവസം പ്രാർത്ഥിച്ചെടുത്തപ്പോൾ, നിശ്ചയത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചെടുത്തപ്പോൾ നിന്നെപ്പറ്റിയുള്ള എൻ്റെ പദ്ധതി നിൻ്റെ നാശത്തിനുള്ള ക്ഷേമത്തിനാണ് എന്നുള്ളൊരു വചനം കിട്ടിയായിരുന്നു. പക്ഷെ അത് ഞാൻ ജീവിതത്തിൽ വിശ്വസിച്ച പോലെ ഒരു വചനവും ഞാൻ അത്ര കാര്യമായിട്ട് വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇതിൻ്റെ ദൈവം തന്നേക്കണേ, അപ്പോൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ദൈവത്തിനറിയാം. അത് തന്നെയാണ് പോണ വഴിക്കും വന്ന വഴിക്കും ആളുടെ എന്ത് പറ്റിയാലും എനിക്കൊരു കുഴപ്പമില്ല. കാര്യം എൻ്റെ കയ്യിൽ ഈ വചനമുണ്ട്. ദൈവം എന്നെ വർഷങ്ങളായിട്ട് പരിപാലിച്ച് കൊണ്ടുപോകണ എൻ്റെ ദൈവമുണ്ട്, ഈ വചനമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് അങ്ങോട്ട് തളർച്ചയില്ല, ഒത്തിരി തളർച്ചയൊന്നും എനിക്കില്ല. പോണ വഴി എനിക്കറിയാം ദൈവം പരിപാലിക്കും, എന്തായാലും ഉറപ്പുണ്ടെന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ ഞാൻ പോണേണ്. ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനി ഐസിയൊന്നും മാറ്റാൻ പറ്റത്തില്ല. ആകെ സങ്കടമായി. പിറ്റേ ദിവസം ഞാൻ എനിക്ക് വീണ്ടും ഒരു പുഷപ്പ്, 37 വർഷത്തെ ഒരു പൗരോഹിത്യത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ട്, ആ ബ്ലെസ്സിങ് പോയി നീ വാങ്ങെന്ന് പറഞ്ഞ് ഇങ്ങനെ ആരും ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയണ പോലെ. അതെനിക്ക് തരാൻ പറ്റത്തില്ല. 37 വർഷത്തെ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ പറയണത്. അപ്പോൾ ഞാൻ 37 വർഷത്തെ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ അച്ഛൻ എപ്പോഴും ഉടമ്പടി ധ്യാനത്തിൽ പറയും 37 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ കാര്യം അച്ഛൻ ഞാൻ പറയുമല്ലോ. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് എങ്ങനെയെങ്കിലും പോയി വാങ്ങാനാണ് അമ്മ ആഗ്രഹിക്കണേന്ന് ഓർത്ത് അവിടെ നിന്ന് ഞാൻ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ ഞാൻ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഹോസ്പിറ്റലിലോട്ട് കയറിയപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കാര്യം അവിടെ നിറച്ച് അമ്മയാണ്, അമ്മയുടെ രൂപങ്ങളാണ് നിറച്ച്. കയറുമ്പോൾ തന്നെ ഈശോ, അമ്മ, ഏത് റൂമിലാണെങ്കിലും ഈശോ വേണ്ട അമ്മയുണ്ട്. അപ്പോൾ ഉറപ്പായി എന്ത് വന്നാലും ഇവിടെ നിന്ന് ദൈവം നമ്മളെ കരയേറ്റേ വിടുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. അങ്ങനെ പിറ്റേ ദിവസം ഉടമ്പടിയിൽ നിൽക്കണേന് ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ അപ്പോഴും ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് അച്ഛനെ കാണാൻ വന്നിട്ടില്ല. പക്ഷേ പിറ്റേ ദിവസം ഡോക്ടർ പറയണേ നമുക്ക് ആളെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. പിറ്റേ ദിവസം ഐസിയിൽ കയറ്റിൻ്റെ പിറ്റേ ദിവസം പറയണേ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അത് ഞങ്ങൾക്ക് ആകെ അതിശയം. ഡോക്ടർ ഒരാഴ്ച കഴിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ഡോക്ടർ പിറ്റേ ദിവസം ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നെഫ്രോളജിസ്റ്റ്, കാർഡിയോളജിസ്റ്റ്, കാർഡിയാക് സർജൻ, പിന്നെ ഞങ്ങളുടെ ഫിസിഷ്യൻ, ഇങ്ങനെ 4 ഡോക്ടർമാരാണ് ആളെ നോക്കിയിരുന്നത്. ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു ഞാനുണ്ട്, അനിയനുണ്ട്, അമ്മയുണ്ട് കൂടെ. ഞാനും അനിയനും മാത്രമേ ആ സമയത്ത് ഉണ്ടായുള്ളൂ. ഞങ്ങളോട് വന്നിട്ട് നെഫ്രോളജിസ്റ്റ് വന്നിട്ട് പറഞ്ഞു ഒരു വലിയൊരു ആൻറ്റിബയോട്ടിക്സ് ഇടാൻ പോകുന്നതാണ്, വാങ്കോമൈസിൻ എന്നാണ് അതിൻ്റെ പേര്. എന്തു വന്നാലും കിഡ്നി അടിച്ചു പോകുമെന്ന് പറഞ്ഞു. പിന്നെ ആളുടെ ചെവി ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു. ഈ 2 കാര്യങ്ങൾ എന്തായാലും സംഭവിക്കും. പിന്നെ നമ്മൾക്ക് ആളെ രക്ഷിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒത്തിരി സങ്കടം എനിക്ക്. അപ്പോൾ അനിയൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ചേച്ചി അവൻ ജീവിതകാലം മൊത്തം ഒരു കിഡ്നി രോഗിയായിട്ട് നിൽക്കണ കാര്യമൊന്നും ആലോചിച്ചതെന്ന് ഇങ്ങനെ ചോദിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഓടി ഞാൻ പറഞ്ഞു, അനിയനോട് പറഞ്ഞു, എടാ നീ നോക്കിക്കോ, ആളെ നോക്കിക്കോ, അമ്മ വന്നേണ്ടല്ല, ഞാൻ കൃപാസനത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ച് ഇപ്പോൾ പോകണോ അറിയണോ എന്ന് പറഞ്ഞ ആളെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു റോജേട്ടൻ നന്മയ്ക്ക് വേണ്ടി അല്ലാതെ ഞാൻ എന്തെങ്കിലും ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പോയിക്കോ എന്ന് പറഞ്ഞു. നേരെ ഞാൻ ഇങ്ങോട്ട് വന്ന അച്ഛനാ ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടി. അതിൽ കിഡ്നി എന്നും ഹാർട്ടെന്നും മാത്രമേ എഴുതിയിട്ടുണ്ടായില്ല. ഹാർട്ട് എന്താ എഴുതിയെന്നൊന്നും എനിക്കറിയില്ല. ഹാർട്ടിൽ കയറി പിടിച്ചുകൊണ്ടായിരിക്കും. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, കിഡ്നി, ഹാർട്ട് എന്നാണ് ആ ഒരു സ്ലിപ്പിൽ എഴുതി വെച്ചത്. അച്ഛൻ അത് മാതാവിനെ മുത്തിച്ചിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ ഇങ്ങനെ ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്, ആൾ അവിടെയാണ്, ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. നേരെ ബ്ലസ് ചെയ്ത് വിട്ടു, കാശുരൂപം തന്നു വിട്ടു. ആളിനെ ഞാൻ കൊണ്ടിട്ടു. 2:30 മണിക്കാണ് ഞാനിവിടെ നിന്ന് ബ്ലെസ്സിങ് വാങ്ങണം. ആ കറക്റ്റ് 2:30 മണിക്കാണ് ആളിന് ആദ്യത്തെ ടെസ്റ്റ് ഡോസ് അവരിടുന്നത്. വാങ്കോമൈസിൻ്റെ ടെസ്റ്റ് ഡോസിന് അവരിടുന്നത് 2:30 മണിക്കാണ്. അങ്ങനെ ആ ഡോസ് ഇട്ട് ഞാനവിടെ ചെന്ന്. അപ്പോൾ നമ്മൾ ഓർക്കണേ എന്താ, ഇനിയെല്ലാം മാതാവ് നോക്കിക്കോളും, റെഡി ആയിക്കോളും. കൃപാസനത്തിൽ വന്ന് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് വാങ്ങി കാശുരൂപം കിട്ടി, എല്ലാം ഓക്കെ, ആളെ കൊണ്ടിട്ട് പ്രാർത്ഥിച്ച് ഇനി എല്ലാം റെഡിയാവുമെന്ന് ഓർത്ത് പിറ്റേ ദിവസം മുതൽ എനിക്ക് കിട്ടിയത് വീണ്ടും സഹനങ്ങളാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഇപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇതൊക്കെ ഓക്കെ, പക്ഷേങ്കിലും ആളുടെ ഹാർട്ടിൻ്റെ വാൽവിൽ ഒരു വെജിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വെജിറ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ചോദിച്ചാൽ അതിങ്ങനെ ഒരു ഗ്രോത്താണ്, ബൾജിങ് പോലെ ഇങ്ങനെ ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട് ആളുടെ ഹാർട്ടിൻ്റെ വാൽവിൽ. അപ്പോൾ അതങ്ങനെ നിൽക്കുമ്പോൾ ഹാർട്ടിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലഡ് സർക്കുലേഷൻ നടക്കത്തില്ല, അതുകൊണ്ട് ഹാർട്ട് ഫെയിലിയറിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലോട്ട് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ അടുത്ത ദുരിതം ഈശോ എന്താ ഇത് എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കുമല്ലോ. വീണ്ടും ദുരിതം. 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും അതൊക്കെ മനസ്സിലാക്കി വീണ്ടും പ്രാർത്ഥിച്ചു ഒരുങ്ങി വീണ്ടും പോണേണേ. അപ്പോൾ പിന്നീട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അനിയൻ എന്നെ വിളിച്ച് പറയണ ചേച്ചി അവൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് സാറുമാരെല്ലാവരും വന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു സർജറി ചെയ്യാനാണെങ്കിൽ ഭയങ്കര പാടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ആളിന് ആരോഗ്യം പോലും ഇല്ല. ഞാനും അനിയൻ ഒറ്റക്ക് കട്ടിൽ നിന്ന് വലിച്ചാണ് ഇറക്കണത്. അല്ലെങ്കിൽ ഞാനും അമ്മയും കൂടി വലിച്ചിറക്കും. ബാത്റൂമിൽ പോകാൻ പറ്റില്ല, ഒന്നും നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ
എഴുന്നേക്കാൻ പറ്റാത്ത ഒരാളായിട്ടാണ് ആൾ കിടക്കുന്നത്. അങ്ങനെ ഒരു സമയത്ത് സർജറി ചെയ്യണമെങ്കിൽ അത് ഓപ്പൺ സർജറി ആയിരിക്കുമല്ലോ. സർജറി ചെയ്യുമ്പോൾ 50% സാധ്യതയെ അവർക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ആൾ ജീവിതകാലം മൊത്തം കിടപ്പിലായി പോവും, അല്ലെങ്കിൽ 50% സാധ്യതയിൽ മാത്രമേ, ഒരു 90% പോലും പറയാതെ ഒരു 50% സാധ്യതയിൽ മാത്രമേ ആൾ എനിക്ക് തിരിച്ചു കിട്ടുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞ് അനിയൻ എന്നോട് പറഞ്ഞു. അതൊരു രാത്രി ഒരു 7 മണിയായപ്പോഴാണ് അനിയൻ എന്നെ വിളിച്ച് പറയണത് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അത് കേട്ട് എന്ത് എനിക്ക് ചെയ്യണമെന്ന് എനിക്ക് ഒട്ടും അറിയില്ല, എന്ത് ചെയ്യണമെന്ന്. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. ആ സമയത്തൊക്കെ പ്രേക്ഷിത പ്രവർത്തനവും ഉടമ്പടിയൊക്കെ ചെയ്തത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ചെയ്തിട്ടില്ല. അതുപോലെ ഞാൻ ചെയ്തേച്ചത്. ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ അവിടെ ഒരു ചാപ്പലുണ്ട്, 7:30 മണി, രാത്രി 7:30 മണിക്ക് മൊത്തം ഇരുട്ട. പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയേക്കണേ. മൊത്തം ഇരുട്ടത്തിൽ ആ ഒരു നുറുങ്ങ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ തമ്പുരാനെ കണ്ടവിടെ. എൻ്റെ ദൈവത്തിനോട് ഞാൻ പറഞ്ഞു, അന്ന് ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് കിട്ടണത് എന്നിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിതനാവുകയില്ലെന്നാ. ഈശോനോട് ഞാൻ പറഞ്ഞു, ഈശോ നീ അല്ലേ പറഞ്ഞത് നിന്നിൽ വിശ്വസിച്ചാൽ ലജ്ജിക്കേണ്ടി വരില്ലെന്ന്. ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് ഈ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന്. നിനക്കും അറിയാം. കുഞ്ഞുനാൾ മുതൽ ഞാൻ കണ്ടു വളർന്നൊരു സത്യമുണ്ട്. എൻ്റെ പൊന്നു തമ്പുരാൻ ഒരിക്കലും എന്നെ കൈവിടൂലെന്ന് എനിക്കറിയാം. അത് ഈ ലോകം മൊത്തം നീ അറിയിച്ചു കൊടുക്കണേ, കാണിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് കരഞ്ഞ് ഞാൻ വന്നു. അമ്മനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. സത്യത്തിൽ ഞാൻ ആ സമയത്ത് പൊളിച്ചാൽ കരഞ്ഞത്. ഒരാളും അവിടെ ഇവിടെ ഉണ്ടാകുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വാവിട്ട് കരയണേ. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വാവിട്ട് കരയണേ. വന്ന അമ്മനോട് പറഞ്ഞു. വീണ്ടും അതുപോലെ തന്നെ പ്രാർത്ഥന തുടർന്ന് കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ അവർ വേറൊരു ആൻറ്റിബയോട്ടിക്സ് കൂടി ഇട്ട്, ഒരു ജെൻഡാമൈസിൻ എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക്സ്. അതൊക്കെ എന്ത് വന്നാലും കിഡ്നി ഡാമേജ് ആവണം ആൻറ്റിബയോട്ടിക്സ് ആണെന്ന് ഡോക്ടർമാർ തന്നെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഇട്ടേണ്ടിയിരിക്കണേണ്. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ എക്കോക്ക് കൊണ്ടുപോകാം. എങ്ങനെയാണ് വെജിറ്റേഷൻ അപ്പോൾ ആ സമയത്ത് സെൻറ്റിമീറ്ററിലായിരുന്നു വെജിറ്റേഷൻ ഉണ്ടായിരുന്നത്. 2.5 അങ്ങനെ എന്തോ സെൻറ്റിമീറ്ററിലാണ് ഉണ്ടായിരുന്നത്. ഞാനും അമ്മയും ആ സമയത്ത് 153 പഠിച്ചപ്പോൾ എല്ലാ നേരവും ചൊല്ലുമായിരുന്നു ഞങ്ങൾ. ആ സമയത്ത് ഞങ്ങളുടെ ആ ഒരു എക്കോയുടെ പേപ്പർ വെച്ചിട്ട്, എക്കോയുടെ റിസൾട്ട് വെച്ചാണ് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നേച്ചത്. ആ റിസൾട്ടിൽ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, ആ സെൻറ്റിമീറ്ററിൽ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. സെൻറ്റിമീറ്റർ കണക്കിനുള്ള ആ സംഭവം മാറ്റി തന്നെ സർജറിയിലോട്ട് എത്തിക്കരുത് എന്നുള്ള രീതിയിൽ ഇപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് എക്കോ ചെയ്യാം. കാര്യം ബാക്ടീരിയ എല്ലാം നശിച്ചിട്ടുണ്ട്. എക്കോ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം, അല്ലെങ്കിൽ സർജറിയിലോട്ട് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അപ്പോൾ എക്കോക്ക് പോകാൻ വേണ്ടി പോവാം. അപ്പോൾ സാധാരണ എനിക്ക് അനിയൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട്, ആളുടെ അനിയൻ കൂടെ ഉണ്ടായിരുന്നത് അവനാണ് എല്ലാ കാര്യത്തിനും പോയിക്കൊണ്ടിരുന്നേച്ചത്. എക്കോക്ക് പോണതും ബാക്കി എല്ലാ കാര്യത്തിനും അവൻ തന്നെ പോയിക്കൊണ്ടിരുന്നേച്ചത്. അപ്പോൾ സർജറി പറഞ്ഞതുകൊണ്ട് നമ്മൾക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ നോക്കണമെന്ന് ഓർത്ത് അവൻ വേറൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയിരിക്കുമായിരുന്നു. ആ സമയത്ത് എന്നോട് പറഞ്ഞു, ചേച്ചി തന്നെ എന്തായാലും പോകണം, എക്കോക്ക് പോകണം. ഞാൻ പറഞ്ഞു, എനിക്ക് അതിനുള്ള ധൈര്യമൊന്നും ഇല്ലല്ലോ ഉണ്ണി. അപ്പോൾ പറഞ്ഞു, അതൊക്കെ ഉണ്ടാവും, ചേച്ചി ഇതും പോകണം, അല്ലാതെ എനിക്ക് പറ്റത്തില്ലല്ലോ പോകാൻ വേണ്ടിയെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, അപ്പോൾ അന്ന് എക്കോക്ക് പോകാനുള്ളത് ഒരു ചൊവ്വാഴ്ചയാണ്. അതിൻ്റെ തലേന്ന് ഒരു തിങ്കളാഴ്ച എൻ്റെ മദറിലോ ആളുടെ അമ്മ എന്നോട് ആ പ്രാവശ്യത്തെ സെപ്റ്റംബർ മാസത്തിലാണ് കൃപാസന പത്രം എന്നെ കാണിച്ചിട്ട് അമ്മ എന്നോട് പറഞ്ഞു, റിനു ഈ പത്രം വായിച്ചായിരുന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ലല്ല അമ്മയെ വായിച്ചില്ല. അപ്പോൾ ഒരു ഭാഗം എന്നോട് കാണിച്ചിട്ട് പറഞ്ഞു, ഇതൊന്ന് വായിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് വായിച്ചപ്പോൾ മോശ ഇസ്രായേൽ ജനത്തിനെ നയിച്ചു പോണ ആ ഒരു ഭാഗമാണ് അതിൻ്റെ അകത്ത് അച്ഛൻ കൊടുത്തേച്ചത്. അപ്പോൾ എന്താ, മോശ ഒറ്റക്കാണ്. ആ സമയത്ത് ഈശോനോട് ചോദിക്കുന്നുണ്ട്, ഞാനെങ്ങനെ ഒറ്റക്ക് പോകുമെന്നുള്ള രീതിയിൽ. അപ്പോൾ പറയും, ഒറ്റക്കാവുമ്പോൾ ദൈവം കൂടെ ഉണ്ടാവുമെന്ന്. അപ്പോൾ അതെന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തായിരുന്നു. പിറ്റേ ദിവസം അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ്, ധൈര്യം കിട്ടണം, നമുക്ക് ഒന്നും കൂടി ആരാധന കൂടാൻ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, ഇല്ലമ്മ എനിക്ക് ധൈര്യത്തിന് കുറവൊന്നുമില്ല, കാര്യം ഞാൻ ഒറ്റക്കാവുമ്പോൾ ദൈവം ഉണ്ടല്ലോ കൂടെ. അപ്പോൾ അത് തലേ ദിവസം വായിച്ചപ്പോൾ അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ നീ എന്നെ ഒരുക്കണേണ, ഓരോന്ന് നേരത്തെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തന്നു, നീ എന്നെ ഒരുക്കണേണ തമ്പുരാനെ എന്ന് പറഞ്ഞ് ഓർത്ത് എക്കോക്ക് ചെന്ന് എക്കോ എടുത്തു കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, സെൻറ്റിമീറ്ററൊക്കെ കാണാനും പോലില്ല കേട്ടോ, സാധനം കരിഞ്ഞു പോയെന്നാണ് തോന്നണേന്ന് പറഞ്ഞ്. ഒത്തിരി സന്തോഷം എനിക്ക്. ആ വെജിറ്റേഷൻ സർജറി വേണമെന്ന് പറഞ്ഞ സാധനം കരിഞ്ഞു പോയെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം എനിക്ക്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ അന്ന് പ്രാർത്ഥിച്ചു വന്ന്
ചാപ്പലിൽ ഞാൻ പോയി പ്രാർത്ഥിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ജൂനിയർ ഡോക്ടർ കാണാൻ വേണ്ടി വന്നിരുന്നു. ആ ഡോക്ടർ പറഞ്ഞു ബാക്ടീരിയ ഒക്കെ ചത്തുപോയിട്ടുണ്ട്, പക്ഷേ നമ്മളുടെ പനി മാറണം, പനി മാറിയാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. പനി എപ്പോഴും 106, 103, 104 നിൽക്കണേ, പനി മാറാതെ ഒന്നും പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സർജറിയിലോട്ട് തന്നെ പോകും, പനി മാറിയാലേ രക്ഷയുള്ളെന്ന് പറഞ്ഞു. അന്ന് രാത്രി അത് ഡോക്ടർ വന്ന് പറഞ്ഞിട്ട് പോയി. അന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി സങ്കടം വന്നു. ദൈവമേ എന്തായിരിക്കും അവസ്ഥയെന്ന് ഓർത്ത് ഒത്തിരി സങ്കടം വന്നിട്ട് എന്ത് ചെയ്തു, ഉടമ്പടി തൈലം എടുത്ത്, എല്ലാ ദിവസവും തൈലം പുരട്ടി പ്രാർത്ഥിക്കണേ, പക്ഷെ അന്ന് ഉടമ്പടി തൈലം എടുത്ത് ഞാൻ ആളുടെ നെഞ്ചത്ത് പുരട്ടിയിട്ട് എന്തോ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ആ 2 ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നണം. അന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് വിശ്വാസ പ്രമാണം അത്രയും ഡീപ്പായിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അന്ന് ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ച്. അന്ന് രാത്രി പനിയുണ്ടായി, പിറ്റേ ദിവസം രാവിലെ മുതൽ പനി കുറഞ്ഞ്. അപ്പോൾ എനിക്ക് ആ പിറ്റേ ദിവസം രാവിലെ മുതൽ പനി കുറഞ്ഞതാണ്, ആ പനി കുറയലാണ് മൊത്തത്തിന് ബാക്കിയുള്ള റിസൾട്ടുകളെല്ലാം പഴയ അവസ്ഥയിലോട്ട് വരാൻ വേണ്ടി കാരണമായത്. ആളുടെ സർജറി വേണ്ടെന്ന് ഡോക്ടർ എന്നോട് സർജറി വേണ്ടെന്ന് അപ്പോഴും പറഞ്ഞില്ല. വെജിറ്റേഷൻ കുറഞ്ഞിട്ടുണ്ട്, സെൻറ്റിമീറ്റർ കാണുന്നില്ല, വെജിറ്റേഷൻ കാണുന്നില്ല, കരിഞ്ഞു പോയെന്നാണ് തോന്നണത്, നമുക്കിനി ബാക്കി നോക്കി നിന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു സർജറി വേണ്ടല്ലേ? അപ്പോൾ ഇല്ല, അതൊന്നും പറയാനായിട്ടില്ല, സർജറിയുടെ കാര്യമൊന്നും പറയാനായിട്ടില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കി വിട്ടു. ആളുടെ ഓഫീസിൽ നിന്ന് ആ സമയത്തൊക്കെ സാറുമാരൊക്കെ എന്നെ വിളിക്കുമായിരുന്നു. അവരൊക്കെ എന്നോട് ചോദിക്കും, എന്നോട് പറയും, റിനു സർജറി ആണെങ്കിൽ നമുക്ക് ബെറ്റർ ഓപ്ഷൻ നോക്കണം, വേറൊരു ഹോസ്പിറ്റലിലോട്ട് പോകണം. അവരോടൊക്കെ എല്ലാവരോടും ഞാൻ ക്രൈസ്തവരുണ്ട് അവരോടൊക്കെ ആ സമയത്തൊക്കെ ഞാൻ പറയുമായിരുന്നു, ഇല്ല ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, സർജറി ഒന്നും വേണ്ടി വരില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ത് ധൈര്യത്തിലാണ് സത്യത്തിൽ ഞാനതൊക്കെ പറഞ്ഞതെന്ന് ഇപ്പം ഞാൻ ഓർക്കുമ്പോൾ എനിക്കറിയില്ല ആരാണ് എന്നെക്കൊണ്ട് അതൊക്കെ പറയിച്ചതെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് എത്രയോ പേരാണ് എന്നെ എപ്പോഴും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും ഈ കാര്യം പറയുമ്പോൾ, ഈ സർജറിയുടെ കാര്യം പറയുമ്പോൾ, ബെറ്റർ ഓപ്ഷൻ നോക്കണമെന്ന് പറയുമ്പോൾ ഇതാണ് ഞാൻ പറയണത്, ഇല്ല സർജറി ഒന്നും വേണ്ടി വരില്ല, എനിക്കറിയാം, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയും അമ്മയും കൂടെ ഉണ്ടാകും. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരോട് പറയുമായിരുന്നു. എനിക്കറിയില്ല, അതിൽ അക്രൈസ്തവരായ ഒത്തിരി ഓഫീസേഴ്സ് ഉണ്ട്, അവരോടൊക്കെ എല്ലാം ഞാൻ പറയുമായിരുന്നു ഇങ്ങനെ. അപ്പോൾ ഒക്ടോബർ 19-ാം തീയതി 1 മാസത്തിന് ശേഷം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വിട്ട് കഴിഞ്ഞ് 20 ദിവസം 2 ആഴ്ച കഴിഞ്ഞ് ചെല്ലണമെന്നാണ് പറഞ്ഞിരുന്നത്. 2 ആഴ്ച കഴിഞ്ഞ് ചെന്നപ്പോഴും ആ സമയത്തൊക്കെ 2 ആഴ്ചയോളമൊക്കെ ഞാൻ ആ സമയത്തും ഈ എക്കോടെ ലിസ്റ്റ് വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ചെന്ന അന്ന് മുതൽ അവിടുത്തെ സർജൻ ഞങ്ങളോട് സർജറി എന്നല്ലാതെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഫിനാൻഷ്യലി ആൻഡ് മെൻ്റലി പ്രിപ്പയർഡ് ആയിക്കോ സർജറിക്ക്, ഇത് തന്നെയാണ് എപ്പോഴും പറയണത്. ആ സമയത്തൊക്കെ ഇത് വെച്ചിട്ട് ഉടമ്പടി പത്രം വെച്ചിട്ടും എക്കോ ലിസ്റ്റ് വെച്ചിട്ടും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെ 5:30 മണിക്കും ആ സമയത്ത് ജപമാല ചൊല്ലുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോ ആ സർജൻ്റെ വായിന്ന് സർജറി എന്നുള്ളൊരു വാക്കൊന്ന് മാറ്റി തന്നെ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കുള്ളൂ. അമ്മ ആ വാക്കൊന്ന് മാറ്റി തന്നെ. 2 ആഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ സർജൻ എന്നോട് ഞങ്ങളോട് പറയണേ, ഇനി ഞങ്ങളെ കാണണ്ട, ഇനി എന്നെ കാണണ്ട, കാര്യം സർജറി ഒന്നും ഇല്ലല്ലോ, എന്നെ കാണേണ്ട കാര്യമില്ല. ഒത്തിരി സന്തോഷമായി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സർജറി ഒന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ദൈവം നമ്മൾ കരുതുന്ന പോലെ ഒരു കരുതൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. എന്താണ് തമ്പുരാൻ നമ്മളോട് ഇത്ര സ്നേഹം കാണിക്കണമെന്ന് എനിക്കറിയില്ല സത്യത്തിൽ എന്താണെന്ന്. അത് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ചെല്ലാൻ വേണ്ടി പറഞ്ഞിരുന്നു ഡോക്ടർ. 2 ആഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കണേ, ആളിന് ഒത്തിരി മരുന്നുകളുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കണേ, ഇത്രയും ആൻറ്റിബയോട്ടിക്സും സാധനങ്ങളും എല്ലാം വിട്ടേക്കണേല്ലേ, അടിച്ചു പോകുമെന്ന് പറഞ്ഞാൽ കിഡ്നി, അടിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ചെവി, പോകുമെന്ന് പറഞ്ഞാൽ ഹാർട്ട്, ഇതെല്ലാം സംരക്ഷിച്ച് നിർത്തിയേക്കണേ. ഒരു കുഴപ്പമില്ലാതെ എത്ര വലിയ ആൻറ്റിബയോട്ടിക്സും വാങ്കോമൈസിനും ജെൻഡാമൈസിനും ഓടിക്കേറി നടന്ന ശരീരത്ത് ഒരു കുഴപ്പമില്ലാതെ ഇത്രയും ഇപ്പോൾ പെർഫെക്റ്റാണ് ആളുടെ എല്ലാ സംഭവങ്ങളും ഓക്കെയാണ്. ക്രിയാറ്റിനും എല്ലാ സാധനങ്ങളും ഓക്കെ. ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ തന്നെ 1 കൊല്ലം ആയല്ലോ, ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടാണ് വിട്ടേക്കണത്. അപ്പോഴും 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും അടുത്ത വിസിറ്റിങ്ങിന് 2 ആഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എത്രയോ ആൻറ്റിബയോട്ടിക്സ് കയറി ഇറങ്ങി ശരീരവും തമ്പുരാനെ, ഇനിയും മരുന്നാണ് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പോണത്. ഡോക്ടറിനോട് ആ മരുന്നൊന്നും മതിയാക്കി, എല്ലാ മരുന്നും ഒന്നും മതിയാക്കാൻ വേണ്ടി അമ്മ ഒന്ന് ഈശോനോട് പറയണേ ഏട്ടാന്നേ പറഞ്ഞോളൂ. പക്ഷേ എങ്കിലും 2 ആഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറയണേ, മരുന്നൊന്നും ഇനി റോജിന് വേണ്ട കേട്ടോ, റോജിന് വൈറ്റമിൻ ടാബ്ലറ്റും ഉണ്ട്, അത് മാത്രം മതി കേട്ടോ എന്ന് പറഞ്ഞേ. എനിക്കറിയില്ല എന്താണ്, പ്രാർത്ഥിക്കണം എല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. ആദ്യം നമ്മൾ വല്ലാതെ സഹനത്തിൻ്റെ തീച്ചുളയിൽ കൊണ്ടുപോയിട്ട് അവസാനം വലിയൊരു പൂങ്കാവനം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട് തമ്പുരാൻ.
അതെൻ്റെ ലൈഫിലൂടെ മനസ്സിലാക്കി അനുഭവിച്ചറിഞ്ഞ് ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. ഇതാണ് എൻ്റെ ലൈഫിൽ ദൈവം പ്രവർത്തിച്ച ഏറ്റവും വലിയ അത്ഭുതമായിട്ട് ഞാൻ കാണുന്നതും അറിയുന്നതും പറയുന്നതും വിശ്വസിക്കുന്നതും. പിന്നീട് ഉടമ്പടിയിൽ ഞാൻ വെക്കാത്ത, ഇതൊക്കെ ഒന്നും ഉടമ്പടിയിൽ വെക്കാത്ത കാര്യങ്ങളാണല്ലോ. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ വീട് തൊട്ടടുത്ത്, എൻ്റെ വീട് തൊട്ടടുത്ത്, കടലിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട്. അപ്പം കടൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊന്നും സീവാളൊന്നും കാര്യമായിട്ടില്ല. ഞങ്ങൾ ഈ കൊച്ചിക്കാരാണ്, അപ്പോൾ അതുകൊണ്ട് അധികം സീവാളൊന്നുമില്ല, ചെല്ലാനമാണ് പ്രദേശം. ആ സമയത്ത് എൻ്റെ വീട് കടലിൻ്റെ തൊട്ടടുത്താണ്. ആദ്യം തന്നെ കടൽ കയറുമ്പോൾ എൻ്റെ വീടാണ് എപ്പോഴും ഡാമേജ് ആകാൻ പറ്റിയ തൊട്ടടുത്താണ് നിൽക്കുന്നത്. തൊട്ടപ്പുറത്തുള്ള ഒരു പ്രാവശ്യത്തെ കടലുകയറ്റം 2021 കടലുകയറ്റത്തിന് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള 2 വീടൊക്കെ ഏകദേശം ഡാമേജായി, വീട് പോയി. അപ്പോൾ ഞങ്ങളുടെ വീട് അങ്ങനെ തന്നെ നിൽക്കണേണ്. ഞാനും അമ്മയും അപ്പയൊക്കെ കൂടി ഭയങ്കര പ്രാർത്ഥനയാണ് ആ സമയത്ത് അവിടെ കൃപാസനത്തിൽ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും തിരിയും അമ്മ പിടിച്ചിരുന്ന വെച്ചാൽ തിരിയുണ്ടായിരുന്നു. ആ സമയത്ത് അമ്മ പുറത്ത് കരുണക്കൊന്ന് ചൊല്ലണ സമയത്ത് ഞാനും അപ്പയും കൂടി ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൈ വിരിച്ച് വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അന്ന് ഞങ്ങളുടെ വീടിന് മാത്രം ഒരു കുഴപ്പമില്ലാതെ മാതാവ് ആ വീടിനെ സംരക്ഷിച്ചു. അത് കഴിഞ്ഞ് പിന്നത്തെ കൊല്ലം ഞങ്ങൾക്കിവിടെ ടെട്രോപോഡിൻ്റെ പണിയൊക്കെ നടക്കുകയും ആ പ്രദേശം തന്നെ തമ്പുരാൻ സംരക്ഷിച്ച് ആ ഒരു രീതിയിലോട്ട് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് അത് മാറി. ആ ഒരു കൊല്ലം അവിടെ എല്ലായിടത്തും വെള്ളം കയറിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ മാത്രം വെള്ളമൊന്നും കയറിയില്ല. ആ വീട് അല്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുമായിരുന്ന ആ വീടിന് ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴും തമ്പുരാൻ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. ഇത്രയും ഇനിയും ചെറുതും വലുതുമായി ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. അതൊന്നും പറഞ്ഞാൽ സത്യത്തിൽ ഇന്നത്തെ ദിവസം തീരത്തില്ല. അതുപോലെയുള്ള കാര്യങ്ങളുണ്ട് എനിക്ക്. ഇനി ഞാൻ സത്യത്തിൽ ഉടമ്പടി പുതുക്കിക്കൊണ്ട് പോകുന്നത് പോലും എൻ്റെ ജോലി കാര്യത്തിന് വേണ്ടിയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഏറെ ദൈവം എന്നിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നേച്ചത് വലിയ വലിയ കാര്യങ്ങളാണ്. പ്രേക്ഷിത പ്രവർത്തനമൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യണത് എങ്ങനെയാണെന്ന്, ഞാൻ എന്താ അങ്ങനെയൊക്കെ ചെയ്തു പോകണമെന്ന് പോലും ഞാൻ ഓർത്തു പോയിട്ടുണ്ട്. എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ? 3 കെട്ട് പത്രവും വാങ്ങിക്കൊണ്ട് ചെല്ലാനത്ത് നിന്ന് ജനറൽ ഹോസ്പിറ്റലിലോട്ട് പോകും. ഒരു ദിവസം ഫുള്ള് ഞാൻ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യും. ഹോസ്പിറ്റലിലെ ആൾക്കാർക്ക് പത്രം കൊടുക്കും. പത്രം കൊടുത്ത് പറഞ്ഞ് എൻ്റെ അനുഭവം പറയും. വിശ്വാസ പ്രമാണം അറിയില്ലെങ്കിൽ സാക്ഷ്യങ്ങളിൽ കാണുന്ന പോലെ വിശ്വാസ പ്രമാണം എഴുതി പഠിപ്പിച്ച് കാശുരൂപങ്ങളും ഉപ്പും എല്ലാ സാധനവും ഞാൻ ഇവിടെ വരുമ്പോൾ അതെല്ലാം വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. അർഹതപ്പെട്ടവർക്ക് അതൊക്കെ ഉപയോഗിക്കേണ്ട വിധം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്ത് ഓരോരുത്തരെയും ദൈവത്തിലൂടെ എൻ്റെ തമ്പുരാന് വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണമെന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാൻ ഉടമ്പടിയിലൂടെ മുന്നോട്ട് പോകുന്നത്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത്, കാരുണ്യ പ്രവൃത്തികൾ സത്യത്തിൽ എനിക്ക് ഒത്തിരി ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് ചെയ്യാനൊന്നും പറ്റാതിരിക്കുന്ന സമയത്താണ് ഞാൻ ഉടമ്പടിയിലോട്ട് വരുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഉടമ്പടിക്ക് വേണ്ടി ചെയ്യണം, ഉടമ്പടിക്ക് വേണ്ടി എന്തായാലും എനിക്കത് ചെയ്തേ പറ്റൂ. അപ്പോൾ എനിക്ക് എൻ്റെ സ്വപ്നങ്ങളും എനിക്ക് കാരുണ്യ പ്രവൃത്തികൾ ഒത്തിരി എനിക്ക് ഇഷ്ടമാണ്. ഒത്തിരി പേരെ എനിക്ക് സഹായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം എൻ്റെ സ്വപ്നങ്ങളിലൂടെ ഉടമ്പടിയിലൂടെ എൻ്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് മരിയ റിനു എന്നാണ്. എന്നാലും മരിയ എന്നാണേലും ഈശോനോടാണ് എനിക്ക് ഏറ്റവും അധികം സ്നേഹം. അമ്മ മാതാവിനോട് എനിക്ക് കാര്യമായ സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയല്ല എനിക്ക് കാര്യമായ സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ മാതാവിനെ സ്നേഹിക്കാതെ പറ്റത്തില്ലല്ലോ. നമുക്ക് ഈശോയിലോട്ട് കിടക്കാനുള്ള വലിയ മാർഗ്ഗം മാതാവാണല്ലോ. അപ്പോൾ അമ്മനോട് തന്നെ ഞാൻ പറയും, അമ്മനോട് എനിക്ക് വലിയ സ്നേഹമൊന്നും ഇല്ല കേട്ടോ, എനിക്ക് എങ്ങനെയെങ്കിലും അമ്മനോടുള്ളൊരു സ്നേഹം വരണം. കാര്യം ഈശോ എൻ്റെ ജീവനാണ്, ഈശോ വിട്ടൊരു കളി എനിക്കില്ല. പക്ഷേ എങ്കിലും അമ്മനോട് എനിക്കൊരു സ്നേഹം വന്നുവെന്നോർത്ത് ഞാൻ എന്ത് ചെയ്യും, അമ്മയുടെ വലിയ ഭക്തനായിരുന്ന പാപ്പട നമ്മുടെ ജോൺ പോൾ പാപ്പട ടോക്കൊക്കെ ഉണ്ട്, യൂട്യൂബിലൊക്കെ കിട്ടും. അതൊക്കെ ഞാൻ ഇടയ്ക്കിരുന്ന് കാണും. പിന്നെ എന്താണ് ജോൺ പോൾ പാപ്പട ഓരോ പിക്സ് ഒക്കെ കാണുമ്പോൾ മാതാവുമായിട്ട് നിൽക്കണം, മാതാവിനോടുള്ള സ്നേഹം, മാതാവിനെ പറ്റി അച്ഛൻ പാപ്പ പറയണത് അതൊക്കെ എല്ലാം അങ്ങനെയെല്ലാം കേട്ട് വന്ന് എനിക്ക് മാതാവിനോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ മനഃപൂർവ്വം ഞാൻ ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ഷെക്കീന ടി വിയിൽ ഇതുണ്ടാവും. ഷെക്കീന ടി വിയിൽ അച്ഛൻ്റെ ധ്യാനമല്ല, അച്ഛൻ കൃപാസനത്തിനെ പറ്റി പറയുന്ന ഒരു ടോക്കുണ്ട്. അത് ഞാൻ കേട്ടിരിക്കും. അതൊക്കെ ഞാൻ കേട്ട് വരുമ്പോൾ അച്ഛന് ഗിഫ്റ്റ് കിട്ടിയതും അമ്മ മാതാവിൻ്റെ ജൂണിൽ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതും ആ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കണ്ടെല്ലാം വരുമ്പോൾ എനിക്ക് വീണ്ടും അമ്മനോട് അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ അറിയാതെ എനിക്ക് അമ്മനോട് ഒത്തിരി സ്നേഹമായി. ഇപ്പം ആരെ കണ്ടാലും ഞാൻ മനസ്സിൽ എന്തെനിക്ക് വന്നാലും ആദ്യം ഞാൻ വിളിക്കണം അമ്മയെന്നാണ്. കാര്യം ഇപ്പം എനിക്ക് അമ്മയുടെ കൂടെ നിന്ന് എൻ്റെ ഈശോനെ ഒത്തിരി സ്നേഹിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇനി പ്രവർത്തിക്കാനിരിക്കുന്നവയ്ക്കും എല്ലാത്തിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു,
നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ജെറമ്യായുടെ പ്രവചനം 29 അധ്യായം 11 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. മരിയ റീനുവിൻ്റെ ജീവിതസാക്ഷ്യം നാം കേൾക്കുകയായിരുന്നു. 12 വർഷത്തെ കൃപാസനത്തിലുള്ള മകളുടെ ഇൻവെസ്റ്റ്മെൻ്റാണ് നാം കേട്ടത്. എത്രത്തോളം അമ്മ മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിതത്തെ കൊടുക്കുകയും ഏതാണ്ട് കുഞ്ഞുനാൾ മുതൽ അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശത്തിലും അമ്മ മാതാവ് ഈശോയോട് പറഞ്ഞ് ജീവിതത്തിന് ഏറ്റവും കൃപയുള്ള അനുഗ്രഹങ്ങൾ നൽകുമെന്ന മകളുടെ വിശ്വാസമാണ് മകൾ പങ്കുവച്ചത്. അത് മകളുടെ പഠനത്തെക്കുറിച്ച്, ജീവിത പങ്കാളിയുടെ ജോലിയെക്കുറിച്ച്, അവർക്ക് ലഭിച്ച ആദ്യത്തെ കുഞ്ഞിനെക്കുറിച്ച്, അതിനെല്ലാം ഉപരി ജീവിത പങ്കാളിക്ക് വന്ന വലിയ ഒരു അസുഖം, മരണത്തിൻ്റെ വക്കോളം എത്തിയ ജീവിതത്തെ ദൈവം കരം പിടിച്ച് ആരോഗ്യത്തോടെ മകൾക്ക് തിരികെ നൽകിയതിൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടത്. സങ്കീർത്തനം 23:4 നാം വായിക്കുന്നുണ്ട്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. മകൾ ഏകദേശം 30ഓളം അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവച്ചത്. 30ഓളം അവസരങ്ങളിൽ ഈശോനാഥനും അമ്മ മാതാവും ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് സന്ദേശം നൽകിയത്, സൗഖ്യം നൽകിയത്, വഴികൾ തിരിച്ചുവിട്ടത്, ദൈവം കൂടെയുണ്ടെന്ന അനുഭവത്തിൽ ജീവിക്കുവാൻ നിരന്തരം മകളെയും ജീവിത പങ്കാളിയെയും സഹായിച്ചതിനെക്കുറിച്ച് ആ വാക്കുകളെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ഇത്ര ചെറുപ്പത്തിൽ ആദി പിടിച്ച ഒരു മനസ്സുമായി ജീവിതം വല്ലാതെ തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ ഇവിടെ അമ്മയുടെ അരികിൽ ഓടിയെത്തി അമ്മ മാതാവ് മാത്രമേ എനിക്ക് എൻ്റെ ജീവിതത്തിന് കൂടെയുള്ളൂ എന്ന വിശ്വാസത്തോടെ അച്ഛൻ്റെ അരികിൽ നിന്ന് സന്ദേശം സ്വീകരിക്കുകയും അമ്മയിൽ ജീവിതം സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ രോഗപീഠകളുടെ ഗുരുതര നാളുകളിൽ പ്രാർത്ഥിക്കുകയും ചെയ്തത്. അവൾ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഓരോ നിമിഷവും ഓരോ വചനം ലഭിച്ചിരുന്നു. ആ വചനമായിരുന്നു എന്നെ നയിച്ചുകൊണ്ടിരുന്നത്. സങ്കീർത്തനം 34:5 മുതൽ 8 വരെ അവൾ ഇവിടെ ഇടയ്ക്ക് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ കുടുംബം ദൈവത്തിൽ ആശ്രയിച്ച് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെയാണ് ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ നമ്മോട് പങ്കുവച്ചത്. അനുഗ്രഹത്തിൻ്റെ പെരുമഴയാണ് ഈ മകൾ ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ശരണപ്പെട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും നാം എത്ര ക്ലേശത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഈ അമ്മയുടെ അരികിൽ തിരുക്കുമാരൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സൗഖ്യവും അനുഗ്രഹവും അവൻ നമുക്ക് നേടിത്തരിക തന്നെ ചെയ്യും. ആ പ്രത്യാശയോടുകൂടി ഈ സാക്ഷ്യം ദൈവപിതാവിന് സമർപ്പിച്ച് നല്ല കരഘോഷത്തോടുകൂടി നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.